ഇവളുടെ അമ്മ ഇവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചു. സംസാരിക്കട്ടടാ. അത് ചോദ്യം ചെയ്ത് ഇവളെ അടിച്ചു. ഒന്നല്ല 2 വട്ടം. അത് എന്റെ മുന്നിൽ വെച്ച്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാ നീ എന്റെ കൈ തടുത്തത്. ആരോടാ കാരണക്കാരി? ഞാൻ പറഞ്ഞോട്ടെ. ചോദിച്ചതിന് ഉത്തരം മാത്രം മതി വിഷ്ണു. പറ, ആരാ കാരണക്കാരി? ശാലിനി. അടിപൊളി. കറക്റ്റ് റൂട്ടിലാ ഭാമാൻഡി. അപ്പൊ മനസ്സിലായി കാണുമല്ലോ. 3 ചോദ്യങ്ങൾക്കും അതേ എന്ന് ഉത്തരം. ഇനിയാണ് നീ തീരുമാനം പറയേണ്ടത്. സത്യഭാമയുടെ തീരുമാനം. എന്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ എന്ത് തീരുമാനമെടുക്കുമോ അത്. ഈ സത്യഭാമയുടെ തീരുമാനം. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? രാഘവേട്ട, ഈ കുടുംബം തകരാതിരിക്കാൻ, ബന്ധങ്ങൾ പഴയതുപോലെ നിലനിൽക്കാനുള്ള തീരുമാനം. പറ വിഷ്ണു, നിനക്കാരോടെങ്കിലുള്ള അടുപ്പമോ പരിഗണനയോ ഈ തീരുമാനത്തിൽ കടന്നു വരാൻ പാടില്ല. എന്റെ സ്ഥാനത്താണ് നീ. എന്ത് തീരുമാനം എടുക്കും നീ? പറ. ശാലിനി, ബാക്കിയൂടി പറ. ശാലിനി വീടോട്ട് പോണം. ശാലിനി വീട് വിട്ട് പോണം. വിഷ്ണു, അതെ അച്ഛാ, ശാലിനി വീട് വിട്ട് പോണം. കേട്ടില്ല നീ പറഞ്ഞത്? ഇറങ്ങിപ്പോവാൻ. ഞാൻ ഇറങ്ങാം. ആ, എന്നാ വൈകിക്കണ്ട, പൊക്കോ. എന്റെ സർട്ടിഫിക്കറ്റ്സും മറ്റും എടുക്കാനുണ്ട്. അതെടുത്താലുടനെ ഇറങ്ങാ ഞാൻ. മോളെ, മോളെ, ശാലിനി, ആരെങ്കിലും തടയ്. എടാ വിഷ്ണു, വേണ്ടെന്ന് പറയൂ. ജയിച്ചു. ഇനി ബാക്കി ഞാൻ ഏറ്റു. ഭാമേ, എന്താ ഇതൊക്കെ? എന്തായി നടക്കുന്നേ? ഇതാണ് നീതി. രാജ്യം രക്ഷിക്കാൻ ഒരു ഗ്രാമത്തെയും, ഒരു ഗ്രാമം രക്ഷിക്കാൻ ഒരു കുടുംബത്തെയും
ഒരു കുടുംബം രക്ഷിക്കാൻ ഒരു വ്യക്തിയെയും ഉപേക്ഷിക്കാം. ഒരു തെറ്റുമില്ല അതില്, ഒരു തെറ്റുമില്ല. ഭാമേ, ഉദ്ദേശം ഓരോ പവൻ വീതം തൂക്കം വരുന്ന 2 കമ്മലുകൾ അല്ലേ? സുനിത, ആ മാല എത്ര പവൻ വരും? ഇതൊരു 4-4.5 പവന്റെ മുതലാ സാറേ. ആ, എന്റെ കണ്ണ് വെട്ടിച്ച് ഇതൊന്നും നീ ചൂണ്ടിയേക്കരുത്. സത്യാമ്മയുടെ മുതലാ, എല്ലാത്തിനും കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏയ്, ഞാൻ ആ സ്വഭാവമൊക്കെ ഉപേക്ഷിച്ചു സാറേ. ഓ, എന്നാൽ ഇവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സത്യാമ്മയുടെ മുതൽ കെട്ടെടുക്കാൻ ധൈര്യം ഉണ്ടായല്ലോ. സർ, ആഹാ, ശാരദാമൻ നിന്ന് മുഷിഞ്ഞോ? കുറച്ച് അത്യാവശ്യ ജോലികൾ തീർക്കാനുണ്ടായിരുന്നു, അതാ ലേറ്റായത്. സോറി കേട്ടോ. സാറേ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ എന്ത് പറയുന്നു, ശാരദാമ എന്ത് പറയുന്നു? സത്യോ സാറേ ഞാൻ പറഞ്ഞത്? ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാറേ. ശാരദാമയ്ക്ക് ഒരു കാര്യം അറിയോ? വർഷം 10-20 ഞാൻ സർവീസിൽ കയറിയിട്ട് ഇതിനിടെ ഞാൻ പിടികൂടി ഒരു കള്ളനോ കൊലപാതകയോ സമ്മതിച്ചിട്ടില്ല അവര് കുറ്റം ചെയ്തതായിട്ട്. ഈ പോലീസുകാർക്ക് മാത്രം എന്താ ശരിക്കുള്ള പ്രതികളെ കിട്ടാത്തെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷേ വേറൊരു തമാശ അറിയോ? കോഴിയെ കട്ടിട്ടില്ല എന്ന് ഒരുത്തം പറയുമ്പോ അതിന്റെ ഒരു തൂവലെങ്കിലും അവന്റെ തലയിൽ ഇരിപ്പുണ്ടാവും. ശാരദാമ്മയുടെ ബാഗില് ദാ ഈ ആഭരണങ്ങൾ കേറിയതുപോലെ. സാറേ, ഞാനൊന്നും അറിഞ്ഞതല്ല. ശാരദാമ്മേ, ഞങ്ങൾ ഈ പോലീസുകാര് പ്രതികളുടെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാചകം ഏതാന്ന് ചോദിച്ചാ ഒരു പക്ഷെ ഇതായിരിക്കും. അതുകൊണ്ട് സെന്റിമെന്റ്സ് വാരി വിതറി ശാരദാമ്മ വെറുതെ മെനക്കെടാൻ നിൽക്കണ്ട. പോലീസുകാർക്ക് കണ്ണിച്ചോരില്ലെന്നറിയാലോ. സഹദേവനാണെങ്കിൽ പോലീസ് ആവുന്നതിന് മുമ്പേ അതില്ല. ഒരബദ്ധം പറ്റിപ്പോയി, രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ ചിലപ്പോ ചെറിയൊരു മനസ്സിലവ് തോന്നിയെന്നൊക്കെ വരും. എന്നാ നിങ്ങളുടെ കാര്യത്തിൽ അതുണ്ടാവില്ല ശാരദാമ്മേ. നിങ്ങളുടെ മരുമോനുണ്ടല്ലോ വിഷ്ണു, അവൻ എന്നും എന്റെ കണ്ണിലെ ഒരു കരടാ. അതെ, പിന്നെ പോലീസ് വണ്ടിക്ക് പിന്നാലെ കരഞ്ഞോണ്ട് ഓടി വന്ന നിങ്ങളുടെ മകളുണ്ടല്ലോ, പേരെന്താ? ശാലിനി. അവളെന്നെ നിയമം പഠിപ്പിക്കാൻ നടക്കുക. അപ്പോ നിങ്ങളെ മകളും കൂടി ഒന്ന് അറിയണമല്ലോ നിയമം എന്താണെന്ന്, പോലീസിന്റെ പവർ എന്താണെന്ന്. സാറേ, നിങ്ങൾക്ക് പിന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പുത്തരിയൊന്നും അല്ലല്ലോ. ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്ന പോലെ ഇടയ്ക്കിടെ ഇവിടെ ഒന്ന് താമസിച്ചോളാന്ന് നിങ്ങൾ വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ ശാരദാമ്മേ? അല്ല, കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള വീറും വാശിയൊന്നും കാണാനില്ലല്ലോ. ഏത് കേസിൽ നിന്ന് ഊരിക്കൊണ്ടുപോകാൻ വരുന്ന കുറുപ്പ് സാറൊക്കെ എവിടെ? എവിടെ അയാളുടെ മരുമകൾ IPS കുഞ്ഞമ്മ? ഇത്തവണ അത്ര പെട്ടെന്ന് ഊരിപ്പോകാന്ന് വിചാരിക്കേണ്ട ശാരദാമ്മേ. ശ്രീരഞ്ജനിയുടെ അമ്മുമ്മ വിചാരിച്ചാലും നിങ്ങളെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റില്ല. സാറേ, സംഗതി മുഴുവൻ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ രേഖയാക്കിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ പൊന്നു മോഷ്ടിച്ച സ്ത്രീയുടെ ഫോട്ടോ എടുക്കാനായിട്ട് പത്രക്കാര് ദേ ഇപ്പൊ ഇങ്ങെത്തും.
മസാല ദോശയുടെ കൂടെ വടയെന്ന് പറയുന്ന പോലെ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഡീഷണൽ ബോണസാ. സാറേ ഞാനൊന്നും സർപ്രൈസ് കുറെ കരുതി വച്ചിട്ടുണ്ട് ഈ സഹദേവൻ. ഇവരെ പിടിച്ച സെല്ലടയ്ക്ക്. സാർ അത് പറഞ്ഞങ്ങ് അനുസരിച്ചാ മതി. സെല്ലടയ്ക്ക്. അല്ല പിന്നെ വാ. സുരിത, അതങ്ങ് ലോക്ക് ചെയ്തേക്ക്. സാർ എന്താ ശാരദാമേ? അയ്യോ സാറേ ദേ, ഇതിനുള്ളിലൊരാള്. ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് സെല്ലടയ്ക്കാൻ പാടില്ല, അതാ നിയമം. ഇവിടെ വേറെ സെല്ലില്ലാത്തോണ്ടും അല്ല, ഇത് ശാരദാമയ്ക്ക് വേണ്ടി ചെയ്തതാ. ശാരദാമയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാത്. ഡോ ഡോ ഗോപാലേട്ടൻ പഴയൊരു ലവ് അഫെയർ അല്ലേ, അതൊന്ന് പൊടി തട്ടിയെടുത്ത് രണ്ടാളും ലോക്കപ്പിനുള്ളിൽ വല്ലതും മിണ്ടിയും പറഞ്ഞു നോക്കിയിരിക്കേ. ഗോപാലേട്ട ശാലിനി വീടോട്ട് പോണം.
എന്റെ മുത്ത്, ഇങ്ങോട്ട് നോക്ക്. നമ്മളിവിടെ നിന്ന് പോവാം. നിന്റെ മുത്തശ്ശിയുടെ കൊട്ടാരത്തില് സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ നിന്റെ അമ്മയുടെ അടുത്തുനിന്ന് പിരിക്കാൻ ഈ അമ്മയ്ക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ നമുക്ക് പോയേ പറ്റൂ മോളെ. ഇവിടെ നിന്നെ നിന്റെ അമ്മയെ പോലെ നോക്ക. ഇവിടെ വേറെ ആരുമില്ല. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലേ? നിന്റെ ഈ വിധി ഈ പ്രായത്തിൽ ഒരു കുഞ്ഞിനും ഉണ്ടായിട്ടുണ്ടാവില്ല. അമ്മ നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നെന്ന് ഒരു പിടിയില്ല. പക്ഷെ നോക്ക്, ഒരുറപ്പേ ഉള്ളൂ. അമ്മയ്ക്ക് ജീവനുള്ള കാലത്തോളം എന്റെ മുത്തിനെ പൊന്നു പോലെ നോക്കും ഞാൻ. മരുഭൂമിയിലോ നടുക്കടലിലോ എവിടെയായാലും. പോവാം. പ്രീതി, പോകാൻ പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പറയുന്നു വിചാരിക്കാത്തയാള്. പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ പിടിച്ചു നിൽക്കാൻ ആവുന്നത് ശ്രമിച്ചു. പക്ഷെ സുസ്മിത അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇനി എനിക്ക് പോയേ പറ്റൂ. മോളെ കൊണ്ടുപോവാ പ്രീതി. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. ഇവള് എന്റെ ജീവന്റെ ജീവനായിട്ട് നോക്കാൻ വേണ്ടിട്ടാ പ്രീതി. ഈ ശാലിനി ഉള്ളപ്പോ എന്റെ മൂക്ക് ഒന്നിനും ഒരു കുറവും വരില്ല. ഇത് ശാലിനിയുടെ വാക്ക്. ഞാനും എന്റെ അമ്മയും എന്റെ സ്വർണം എടുത്തിട്ടില്ല പ്രീതി. ഇത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കണം. ശാലിനി പടിയിറങ്ങ. ഒരു കുറ്റവാളിയായി